നിത്യകാലം വാഴ്ത്തിയിടുമേ എന്നാത്മാവും എന്റെയും നിത്യകാലം വാഴ്ത്തിയിടുമേ ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം 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 എന്നാത്മാവും എന്റെയും നിത്യകാലം വാഴ്ത്തിയിടുമേ എന്നാത്മാവും എന്റെയും നിത്യകാലം വാഴ്ത്തിയിടുമേ ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം കൽദായ കൺവെൻഷൻ ഗീതങ്ങളിലെ സോങ് നമ്പർ 6, പേജ് നമ്പർ 8, ഉരുകിയിടുമെൻ ഹൃദയം കാണുന്ന നാഥ.
സോങ് നമ്പർ 6, പേജ് നമ്പർ 8, ഉരുകിയിടുമെൻ ഹൃദയം കാണുന്ന നാഥ. പരിക്ഷീണിതനായി അലിവോടെ യാചനയായി തിരുസന്നിധി തന്നിൽ എൻ ദൈവമേ നീ കള്ളീടല്ലേ. എന്നാശ്രയം നീ മാത്രമേ. പ്രതിസന്ധികളാലെ ഞാൻ തളർന്നിടാതെ നിന്നോട് ചേർന്നെന്നും നടന്നിടുവാൻ. പ്രതിസന്ധികളാലെ ഞാൻ തളർന്നിടാതെ നിന്നോട് ചേർന്നെന്നും നടന്നിടുവാൻ. സഹനമാം പാതയിൽ ക്രൂശു ചുമന്നിട അരുമനാഥായെന്നും കൃപയേകണേ. സഹനമാം പാതയിൽ ക്രൂശു ചുമന്നിട അരുമനാഥായെന്നും കൃപയേകണേ. ഉരുകിയിടുമെൻ ഹൃദയം കാണുന്ന നാഥാ, അകതാരിൽ സ്പന്ദനം അറിയുന്നാഥാ. ലജ്ജിതനായി നിന്ദിതനായി പരിക്ഷീണിതനായി അലിവോടെ യാചനയായി തിരുസന്നിധി തന്നെ എൻ ദൈവമേ നീ കള്ളീടല്ലേ. എന്നാശ്രയം നീ മാത്രമേ. നെക്സ്റ്റ് സോങ്
കൽദയ കൺവെൻഷൻ ഗീതങ്ങളിലെ സോങ് നമ്പർ 10, പേജ് നമ്പർ 12, എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. മാറിപ്പോയിടും വന്നിരാശകൾ വന്നിടും, ലോകസ്നേഹിതർ മാറിപ്പോയിടും വന്നിരാശകൾ വന്നിടും. സ്നേഹനാഥനേകനായി കൈവിടുകില്ല, വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. സ്നേഹനാഥനേകനായി കൈവിടുകില്ല, വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. കണ്ണുനീരിനാൽ കാലം പോയിടും, കാത്തുവെച്ചതെല്ലാം വീണിടും. കണ്ണുനീരിനാൽ കാലം പോയിടും, കാത്തുവെച്ചതെല്ലാം വീണിടും. കരുണയുള്ള നാഥനെന്നു ചാരി വന്നിടും, ചേർത്തു നിർത്തി സ്നേഹമോടെ ഓമനിച്ചിടും. കരുണയുള്ള നാഥനെന്നു ചാരി വന്നിടും, ചേർത്തു നിർത്തി സ്നേഹമോടെ ഓമനിച്ചിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി, കർത്തനായി കാവലായി കരുണയായി കരമതായി.
പരീക്ഷകൾ നേരിടും. പാപഭാരങ്ങൾ തോളിലേറിടും. വൻ പരീക്ഷകൾ നേരിടും. പാപത്തെ വെറുത്ത നാളെ കൂടെ നിന്നിടും. പാപിയാകും നമ്മെ അവൻ ചേർത്തണച്ചിടും. പാപത്തെ വെറുത്ത നാളെ കൂടെ നിന്നിടും. പാപിയാകും നമ്മെ അവൻ ചേർത്തണച്ചിടും. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും. എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും. എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. കർത്തനായി കാവലായി കരുണയായി പരമനായി. കർത്തനായി കാവലായി കരുണയായി പരമനായി. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും. എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. കൽദായ കൺവെൻഷൻ ഗീതങ്ങളിലെ സോങ് നമ്പർ 4, പേജ് നമ്പർ 6, സ്നേഹമാം എന്നേശുവേ. എന്നേശുവേ സ്നേഹിപ്പാൻ വേറാരുമില്ലേ. ആശ്രയം നീ മാത്രമേ. ആശ്വാസത്തിനുറവിടമേ. സ്നേഹമാ എന്നേശുവേ സ്നേഹിപ്പാൻ വേറാരുമില്ലേ. ആശ്രയം നീ മാത്രമേ. ആശ്വാസത്തിനുറവിടമേ. ശൂന്യമാമൻ ജീവിതവനവിരയേ. ജീവന്റെ വചന മുത്തുമണികളായി അരുമയുടെ എന്നരികിലണഞ്ഞിടും. ആത്മസ്നേഹിതനേ നീയല്ലോ എന്നുമെൻ സങ്കേതവും. നീയല്ലോ എന്നുമെൻ കോട്ടയുമേ. നീയല്ലാതാരുമില്ലീശനെ ആശ്വാസം നൽകിടുവാ. നീയല്ലാതാരുമില്ലീശനെ ആശ്വാസം നൽകിടുവാ. സ്നേഹമാ എന്നേശുവേ സ്നേഹിപ്പാൻ വേറാരുമില്ലേ. ആശ്രയം നീ മാത്രമേ. ആശ്വാസത്തിനുറവിടമേ. ആദ്രമാമിൻ സേവം നുകർന്നിടുവാ. ജീവന്റെ വഴിയെ നല്ലൊരു വെളിച്ചമായി കരുതലോടെ എന്നരികിലണഞ്ഞിടും. ജീവനായകനേ നീയല്ലോ എന്നുമെൻ സങ്കേതവും. നീയല്ലോ എന്നുമെൻ കോട്ടയുമേ. നീയല്ലാ
ആശ്വാസം നൽകിയിടുവാൻ സ്നേഹമാം എന്നേശുവേ, സ്നേഹിപ്പാൻ വേറാരുമില്ലേ. ആശ്രയം നീ മാത്രമേ, ആശ്വാസത്തിനുറവിടമേ. സ്നേഹമാം എന്നേശുവേ, സ്നേഹിപ്പാൻ വേറാരുമില്ലേ. ആശ്രയം നീ മാത്രമേ, ആശ്വാസത്തിനുറവിടമേ. മുപ്പത്തിയഞ്ചാമത് കൽദായ കൺവെൻഷൻ്റെ 2ാം ദിനത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട റവറൻ ജിനോ ജോസ് കശീശയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കൽദായ കൺവെൻഷൻ്റെ 2ാം ദിനമായ ഇന്നേ ദിവസത്തിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഏകാഗ്രമാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിച്ചുകൊണ്ട്, ദൈവമേ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും കൽപ്പിച്ചാക്കിയ സന്ധ്യയുടെ നല്ല നാഥനെ, ഇനി സന്ധ്യായാമത്തിങ്കൽ ദൈവമേ, വിശ്വാസയ ജീവിതയാത്രയിൽ തിരുവചനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം കടന്നു വന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾ ഭയത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അത് ഞങ്ങളിൽ ശുദ്ധമായൊരു ഹൃദയം സൃഷ്ടിച്ചുകൊണ്ട് ശരിയായ ആത്മാവിനെ പുതുക്കുകയും ചെയ്യുന്നതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം കരയുന്നു. ദൈവമേ, 50 ദിനരാത്രങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ പ്രകാശമുള്ള പാതയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ, നിന്റെ കൃപയാൽ അവിടെ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ കൃപയാൽ വഴി നടത്തിയ എല്ലാ നല്ല കൃപകൾക്കായിട്ടും പരിപാലിച്ച നന്മകൾക്കായിട്ടും ഞങ്ങൾക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രലോഭനങ്ങളെ വിജയിച്ചുകൊണ്ട് മാതൃകയായ ആ ഒരു യേശുവിനെ പോലെ ദൈവമേ, ഞങ്ങളുടെ ദുരാശകളിന്മേൽ വിജയം നേടി ആത്മീകമായ തീക്ഷ്ണതയോടെ ഇന്നത്തെ വചനദൂത് ധന്യമാക്കുവാൻ കൃപയരുള്ളണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നാഥ, വചനദൂത് അറിയിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്നതായ വൈദികനോടത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവമേ, വചനത്തിൻ്റെ വിത്ത് നല്ല നിലത്തിൽ വിത്തിൻ്റെ ഫലം അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കാൽവരി യാത്രയുടെയും സഹനങ്ങളുടെയും അണയാത്ത തിരുനാളം ഉള്ളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിച്ച ദൈവജനമായി മാറുവാൻ തക്കവണ്ണം നാഥ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇതിൻ്റെ ദൈവജനത്തിലൂടെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഉള്ളീന്ദ്രിയങ്ങളെ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ കൃപയാൽ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് സഹനത്തിൻ്റെ വഴിയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ക്ഷമിക്കുന്ന ബന്ധത്തെക്കുറിച്ചും ആശ്ലേഷിക്കപ്പെടുന്ന തിരുത്തലിനെ കുറിച്ചും വിട്ടുകൊടുക്കുന്ന ആ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചും ദൈവമേ, നീ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുവല്ലോ. നന്ദിയുടെയും കൃതജ്ഞയുടെയും അനുഭവങ്ങൾ പങ്കുകൊണ്ട് നോമ്പിൻ്റെ പുണ്യവഴിയിലൂടെ പുതു സൃഷ്ടിയായ രൂപാന്തരം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ എന്ന് രക്ഷനായ ശിംശിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥനാ കൃപയോടെ കേൾക്കണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും റൂഹാദ് ഖുദ്ദൂസായുമായുള്ളവേ, ആമേൻ. എത്രയും ബഹുമാനമുള്ളതായ
അഭിവന്ധ്യ മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ 35ാമത് കൺവെൻഷന് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമെല്ലാം നൽകിക്കൊണ്ട് ഈ കൺവെൻഷൻ കമ്മിറ്റിയെയും നൽകിക്കൊണ്ട് ഈ കൺവെൻഷനിൽ നിറസാന്നിധ്യമായി ഇരുന്നുകൊണ്ട് തൻ്റേതായ വ്യക്തിമുദ്ര മറ്റ് ഇതര സഭകളിലേക്കും നൽകിക്കൊണ്ട് ഇരിക്കുന്നതായ നമ്മുടെ സഭാ മേലധ്യക്ഷനായ അഭിവന്ധ്യ മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഹാർദപൂർവം ഈ 35ാമത് കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നേ ദിവസം വചനം പ്രഘോഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ സഹോദരി സഭയിലെ നമ്മുടെ തൊട്ടടുത്ത മാർത്തോമാ സഭയിലെ എബനേസർ പള്ളിയിലെ വികാരിയച്ഛനായ സാജു ചാക്കോ അച്ഛനാണ്. നമ്മുടെ സഭയും മാർത്തോമാ സഭയും തമ്മിലുള്ളതായ ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. കഴിഞ്ഞ ജൂൺ മാസത്തോടു കൂടിയാണ് അച്ഛൻ ഈ പള്ളി ഇവിടെ എബനേസർ പള്ളിയിൽ ചാർജ് എടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് സെക്കന്ദരാബാദിലായിരുന്നു അച്ഛൻ്റെ ശുശ്രൂഷ. ജൂലൈ മാസത്തിൽ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിരുന്നതായ അഭിവന്ധ്യ മാർ അപ്രേം മെത്രാപ്പൊലീത്ത തിരുമേനി കാലം ചെയ്തതായ അവസരത്തിൽ ആ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കുമായിട്ട് മാർത്തോമാ സഭയിലെ മെത്രാപ്പൊലീത്തയും സഫർഗൺ മെത്രാപ്പൊലീത്തമാരും മറ്റിതര ബിഷപ്പുമാരും കടന്നു വന്നതായ അവസരത്തിൽ അവരെയെല്ലാം അനുഗമിച്ചിരുന്നത് പല സമയങ്ങളിലായിട്ട് അവർ വന്നിരുന്നത്. രാവും പകലും എല്ലാമായിട്ട് പല സമയങ്ങളിലാണ് അവിടെ വന്നിരുന്നത്. ആ സമയങ്ങളിലെല്ലാം തന്നെ സാജു ചാക്കോ അച്ഛൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നത് നന്ദിപൂർവം ഈ സഭ ഇപ്പോൾ സ്മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സാജു ചാക്കോ അച്ഛനെ ഇന്നേ ദിവസത്തെ കൺവെൻഷനെ നമുക്ക് പ്രാസംഗികനായിട്ട് കിട്ടിയതിൽ വളരെ അഭിമാനിക്കാം. വളരെ നല്ല പ്രാസംഗികനായിട്ട് വചനം പ്രഘോഷിക്കുന്നതായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അച്ഛനെയും ഹാർദവമായിട്ട് ഈ കൽദായ കൺവെൻഷൻ്റെക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നേ ദിവസം പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തിയതായ ബഹുമാനപ്പെട്ട റവറൻ ജിനോ ജോസ് കശീശയെയും അതുപോലെ തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതായ ദിവ്യശ്രീ ചാക്കുണ്ണി വിധേയത്തിൽ ശമാശനെയും സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേർന്നിട്ടുള്ളതായ ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വൈദികർ, ശംശാനീത്തമാർ, കന്യാസ്ത്രീകൾ, എത്രയോ ബഹുമാന്യരായ വിവിധ ഇടവകളിൽ നിന്നുള്ളതായ ഇടവക ജനങ്ങളെ, സഭാവിശ്വാസികൾ, അതുപോലെ തന്നെ ഇന്നേ ദിനം ഗാന ശുശ്രൂഷയിലൂടെ ഈ കൺവെൻഷൻ മനോഹരമാക്കി തീർക്കുന്നതായ മാർ ഔഗൻ തുവാന പള്ളിയിലെ ഗായക സംഘം എന്നിവരെ എല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ വചനം പ്രഘോഷിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട സാജു ചാക്കോ അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കുഴപ്പമില്ല. കൽദയ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, അനുഗ്രഹീതമായ വാക്കുകളിൽ സ്വാഗതം ആശംസിച്ച ജാക്സ് ചാണ്ടി അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ആയിരിക്കുന്ന വൈദികരെ, വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. സ്നേഹ നിർഭരമായ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും ഈ നാളുകളിൽ എല്ലാ സഭകളുടെയും പ്രിയങ്കരനായി തീർന്ന ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഒരു സാന്നിധ്യത്തിൽ ദൈവവചനം പ്രഘോഷിപ്പാൻ കൽദയ സഭ എനിക്ക് നൽകിയ വലിയ ഒരവസരത്തിനായിട്ട് ഈ സമയത്ത് നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ മൈക്കിൾ പി വള്ളവത്ര
അച്ഛൻ്റെ ഒരു ക്ഷണം, അച്ഛൻ എൻ്റെ ഭവനത്തിൽ വന്നുണ്ടായി ക്ഷണിച്ചതായ ഒരു അനുഭവമൊക്കെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ ഇരുന്നപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഇതിനുവേണ്ടി എത്രമാത്രം പ്രിയപ്പെട്ട അച്ഛൻ അധ്വാനിക്കുന്നു ഈ ഒരു ദൈവവചന പ്രഘോഷണത്തിൻ്റെ അനുഗ്രഹീതമായ നടത്തിപ്പിനായിട്ട്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളെയും നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. മാർത്തോമാ സഭയും കൽദയ സഭയും തമ്മിൽ വളരെയധികം ബന്ധങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നതായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്നുള്ളത്. എന്നാൽ അതിനപ്പുറമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നതായ ചില ബന്ധങ്ങളുണ്ട്. 1927 മലങ്കര മാർത്തോമാ സുറിയാനി സഭ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതായ തക്സ പരിഷ്കരണം നിർവഹിച്ചപ്പോൾ അന്നത്തെ കൽദയ മെത്രാപ്പൊലീത്തായിരുന്ന മാർ അബിമേലെക്ക് തിമോത്തിയോസ് തിരുമേനിയായിരുന്നു അതിന് ആവശ്യമായ ആലോചനകൾ പ്രധാനമായിട്ട് പകർന്നു കൊടുത്തത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഒരു റിഫോംഡ് ചർച്ചാണ്, നവീകരണ സഭയാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഈ നവീകരണ സഭ വിശുദ്ധ കുർബാന മധ്യേ അല്ലെങ്കിൽ കുർബാനയിൽ ഉണ്ടാക്കിയതായ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങളിൽ ഒന്ന് അപ്പവും വീഞ്ഞും രണ്ടായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് രഹസ്യ കുമ്പസാരം നിർത്തലാക്കി എന്നുള്ളതാണ്. മൂന്നാമത്തെ മാറ്റം വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ആളില്ലാത്തപ്പോൾ കുർബാന അനുഷ്ഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ 3 കടമെടുത്തത് കൽദയ സുറിയാനി സഭയിൽ നിന്നാണ്. ഈ സഭയുടെയുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് നവീകരിക്കപ്പെട്ടതായ മാർത്തോമാ സഭയ്ക്ക് ഈ ഒരു നല്ല പതിവ് ലഭ്യമാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എത്രമാത്രം കൽദയ സുറിയാനി സഭയും മലങ്കര മാർത്തോമാ സഭയും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതോർത്ത് സർവശക്തനായ തമ്പുരാന് നന്ദി അർപ്പിക്കുകയാണ്. കോട്ടയം സെമിനാരിയിൽ ഈ നാളുകളിൽ ധാരാളം പട്ടക്കാരെ അയച്ച്, ചെമ്മാശന്മാരെ അയച്ച് വൈദിക വിദ്യാഭ്യാസം നിർവഹിക്കുന്നതിന് കൽദയ സഭയ്ക്ക് സാധിച്ചു. ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ് പ്രിയപ്പെട്ട തിമോത്തി ബ്രഹ്മകുളം അച്ഛൻ. പ്രിയപ്പെട്ട അച്ഛൻ്റെയും സ്നേഹവും ആ കരുതൽ ഒക്കെ കൽദയ സഭ ആ നാളുകളിൽ കൂടുതൽ അടുത്ത് അറിയുന്നതിന് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എല്ലാം ഓർത്ത് ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 8 through 11. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവ കിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ സന്ധ്യയെങ്കിൽ തിരുവചനവുമായിട്ട് നിന്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഏത് ആത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഇതിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ച് നിനക്ക് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിപ്രധാനമായതും കാലത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നതുമായ 2 പ്രവചന ഗ്രന്ഥങ്ങളാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപാട് പുസ്തകവും. ഇവ രണ്ടും മറ്റൊരു പ്രത്യേകതയിൽ അറിയപ്പെടുന്നുണ്ട്.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ പറ്റി പറയുന്നത് അത് മുദ്രയിട്ട് സൂക്ഷിക്കുവാനാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തെ പറ്റി പറയുന്നത് അതൊരു മുദ്ര ഇടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. എന്നാൽ വെളിപാട് പുസ്തകം 22-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്: സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര ഇടരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ വെളിപാട് പുസ്തകം ഒരു തുറക്കപ്പെട്ട പുസ്തകമാണ്. സകലരും വായിച്ച് ഗ്രഹിക്കേണ്ടതും സകലരും ധ്യാനിക്കേണ്ടതുമായ പുസ്തകമാണ് വെളിപാട് പുസ്തകം. കാരണം ഇതിൽ അന്ത്യകാല സംഭവങ്ങൾ മാത്രമല്ല, എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു സഭയ്ക്ക് ചെയ്യേണ്ടത് എന്നുള്ളതായ ഭയപ്പെടുത്തുന്നതായ നിർദ്ദേശങ്ങൾ മാത്രമല്ല, മറിച്ച് ഞാനും നിങ്ങളും എങ്ങനെ ക്രിസ്ത്യാനികളായി ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ജീവിക്കുന്ന വിശ്വാസ സമൂഹം എങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണ് പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകം. ഞാൻ പലപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജീവിത ശൈലിയാണ്. അങ്ങനെയെങ്കിൽ വെളിപാട് പുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്നതായ ഞാനും നിങ്ങളും എങ്ങനെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമായി തീരണം, എന്റെയും നിങ്ങളുടെയും ജീവിത ശൈലി എങ്ങനെയായി തീരണം, ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത്. വെളിപാട് പുസ്തകം ആദ്യം മുതൽ അവസാനം വരെയും പരിശോധിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് പൊതുവായി വെളിപാട് പുസ്തകം എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഒന്ന്, യേശു സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജീസസ് ഈസ് ഓൺ ദ ത്രോൺ. 2, യേശു വീണ്ടും വരും. ജീസസ് ഈസ് കമ്മിങ് ബാക്ക്. 3, യേശു നമ്മെ ഭവനത്തിലേക്ക് ചേർക്കും. ജീസസ് വിൽ ടേക്ക് us ഹോം. ഈ 3 സന്ദേശങ്ങളാണ് വെളിപാട് പുസ്തകം ആദിയോട് അന്ത്യം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു സ്നേഹിച്ച അപ്പോസ്തലനായ യോഹന്നാനാണ് വെളിപാട് എഴുതിയതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ ആരംഭത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ വെളിപാടിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ വെളിപാടിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു യോഹന്നാന് നൽകിയതായ അരുളപ്പാടുകൾ അതുപോലെ യോഹന്നാൻ അതിൽ എഴുതി എന്ന് മാത്രമാണുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളത് ഈ സമയത്ത് ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. മനുഷ്യർക്ക് വെളിപ്പെടാതെ മറഞ്ഞു കിടന്ന ചില മർമ്മങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ കൂടി പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും മുൻപിൽ തുറന്ന് കിട്ടുന്നത്. അതുകൊണ്ട് വെളിപാട് എന്നതിന്റെ ഗ്രീക്ക് പദം അപ്പോകാലിപ്സിസ് എന്നാണല്ലോ. ടു റിവീൽ, ഡിസ്ക്ലോസ് എന്നൊക്കെയാണ്, മറനീക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ മറ നീക്കി പുറത്തു വരുന്നതായ വെളിപ്പെടുത്തലുകൾ, വെളിപാടുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥവത്തായ മുന്നേറ്റത്തിന് അനുഗ്രഹമായി തീരണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കണം. 7 സഭകളെയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഏഷ്യയിൽ 500-നും 1000-നും ഇടയിൽ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ ഉണ്ടായിരുന്നതായ ഒരു സന്ദർഭമുണ്ട്. ഇവിടെ 7 സഭകളെ ഓരോ പട്ടണങ്ങളുടെയും സ്വഭാവത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് 7 സഭകളാക്കിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ദൂത് നൽകപ്പെടുന്നത് എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. നമുക്കെല്ലാവർക്കും അറിയാം ഏതെല്ലാമാണ് ഈ 7 സഭകൾ എന്നുള്ളത്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ, ഈ 7 സഭകളാണ്. ഈ 7 സഭകളിൽ 5 സഭകളെ പറ്റി കർത്താവ് വളരെയധികം കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞുവെന്നും, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപേക്ഷിച്ചുവെന്നും, നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ കൊള്ളായിരുന്നുവെന്നും ഒക്കെ പറഞ്ഞ് 5 സഭകളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിൽ സ്മുർന എന്ന സഭയെയും ഫിലദൽഫിയ എന്ന് പറയുന്ന സഭയെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ഈ ഫിലദൽഫിയ സഭയേക്കാൾ അല്പം കൂടെ കൂടുതലായിട്ട് സ്മുർന എന്ന് പറയുന്ന സഭയെ കർത്താവ് അവൻ്റെ വലിയ അംഗീകാരം നൽകുന്നു എന്നുള്ളത്
പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്നറിയാമോ? മറ്റ് സഭകളെക്കാൾ എല്ലാം ഈ സ്മുർണ എന്ന് പറയുന്ന സഭ കുറെ അധികം കഷ്ടപ്പാടുകളിൽ കൂടി കടന്നുപോയി എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവർ ഇനിയും കഷ്ടപ്പാടുകൾ, പീഡനങ്ങൾ സഹിക്കണം എന്നുകൂടി കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ മനോഹരമായൊരു വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. The truth will make you free. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രിയപ്പെട്ടവരെ, ഓസ്റ്റിനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്, ടൊറന്റോയിലുള്ള വിക്ടോറിയ യൂണിവേഴ്സിറ്റി, ഡാളസിലുള്ള സതേൺ മെത്തഡിസ്റ്റ് യൂണിവേഴ്സിറ്റി, നോർത്ത് കരോലിനയിലെ ലിനോയർ റൈൻ യൂണിവേഴ്സിറ്റി, ജർമ്മനിയിലെ ആൽബർട്ട് ലുഡ്വിഗ് പബ്ലിക് റിസർച്ച് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം മോട്ടോ എന്ന് പറയുന്നത് ഈ വാക്യമാണ്: സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി CIA, അതിൻ്റെ ആസ്ഥാനത്തെ മെയിൻ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നതായ വാക്യം ഇത് തന്നെയാണ്: The truth will make you free. ദൈവകൃപയാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സഭയും, ഒരു സഭയുടെ സ്ഥാപനവും, ഒരു സഭയുടെ ആസ്ഥാനവും ഈ വാക്യം എഴുതി വെക്കാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വെളിപാട് പുസ്തകത്തിലെ 7 സഭകളിൽ ഒരു സഭയായ സ്മുർണ സഭയിലെ വിശ്വാസ സമൂഹത്തെ ധൈര്യപ്പെടുത്തിയതായ ഒരു വാക്യമാണ് ഇത്: The truth will make you free. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രിയപ്പെട്ടവരെ, സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ്. ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഓർഗനൈസേഷനോ അല്ല സഭ, മറിച്ച് ദൈവം ഒരു പ്രത്യേകമായ പദ്ധതിക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അങ്ങനെയെങ്കിൽ ഈ സ്മുർണയിലുള്ളതായ വിശ്വാസ സമൂഹം വിളിച്ച് വേർതിരിച്ച ദൈവത്തെ അറിയുകയും അതാണ് സത്യം എന്ന് മനസ്സിലാക്കുകയും അത് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുൻപാകെ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം. സ്മുർണ എന്ന പട്ടണം പ്രിയപ്പെട്ടവരെ സ്ഥിതി ചെയ്യുന്നത് എഫെസോസിന് 35 മൈൽ നോർത്തായിട്ടാണ്. ഇന്ന് ഈ സ്മുർണ എന്ന് പറയുന്ന പട്ടണം ടർക്കിയിലെ ഇസ്മീർ എന്ന് പറയുന്നതായ പ്രദേശമാണ്. ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളതായ ഇസ്മീർ എന്ന് പറയുന്നതായ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പോർട്ട് സിറ്റി, തുറമുഖ പട്ടണം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വ്യവസായമായിരുന്നു, ബിസിനസ് ആയിരുന്നു അവരുടെ ഏറ്റവും മുഖ്യമായ ഘടകം. എന്താണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത്? അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത് മീർ എന്ന് പറയുന്നതായ ഒരു വസ്തുവായിരുന്നു. നമ്മൾ ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്: പൊന്ന്, മൂര്, കുന്തിരിക്കം. പ്രിയപ്പെട്ടവരെ, ഈ മീർ എന്നാൽ മൂര് എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു സുഗന്ധ ദ്രവ്യമായിരുന്നു, ഒരു വൃക്ഷത്തിന്റെ കറയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതായ ദ്രവ്യമായിരുന്നു. ഇത് ഒരു വലിയ പ്രോസസ്സിൽ കൂടി കടന്നുപോയി ഫ്രാഗ്രൻസ് ഉള്ളതായി, സുഗന്ധമുള്ളതായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഒരു കഷ്ടപ്പാട് നിറഞ്ഞതായ, കഠിനാധ്വാനം നിറഞ്ഞതായ പ്രോസസ്സിൽ കൂടി കടന്നുപോയി ഈ വൃക്ഷത്തിന്റെ കറ അത് മീർ, സുഗന്ധമുള്ളതായ മൂരായി മാറുമ്പോൾ അതിനെ മറ്റുള്ളവരിലേക്ക് സുഗന്ധം പരത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതായ, വേദനയിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും കടന്നുപോയതായിട്ടുള്ളതായ സ്മുർണ സഭയ്ക്ക് ഈ പദത്തിൽ നിന്നാണ് സ്മുർണ എന്ന പേര് ലഭിച്ചത് എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ദൈവത്തിന് സ്തോത്രം. സ്മുർണ സഭ കടന്നു പോകുന്നതായ സമ്മർദ്ദങ്ങൾ, അവർ കടന്നു പോകുന്നതായ പീഡനങ്ങൾ, അവർ അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ പ്രിയപ്പെട്ടവരെ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്ന് ചരിത്രവും തിരുവചനവും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ടും സുഗന്ധം പരത്തുന്ന സഭയായി സ്മുർണ സഭയ്ക്ക് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. 1-ാം നൂറ്റാണ്ടിൽ കഠിനമായ പീഡനം അനുഭവിച്ച ഒരു സഭയായി സ്മുർണ സഭ മാറുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ് അവർ അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ ചെറുതോ വലുതോ ആയ 1-2 പീഡനങ്ങളല്ല പ്രിയപ്പെട്ടവരെ. എവിടെയൊക്കെ തിരിഞ്ഞാലും പീഡനങ്ങൾ മാത്രമാണ് സ്മുർണ സഭയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. രാഷ്ട്രീയ പീഡനം അവർ അനുഭവിച്ചു, പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ. അന്നത്തെ കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തിയും ഡൊമീഷ്യൻ ചക്രവർത്തിയും ഈ സഭയിലെ വിശ്വാസ സമൂഹത്തെ വല്ലാതെ പീഡിപ്പിച്ചു. അവിടെ ഡൊമീഷ്യൻ ചക്രവർത്തി ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ളതായ എല്ലാവരും സീസർ ഈസ് ദ ലോർഡ് എന്ന്
ഉറക്കെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്മുർണ സഭയിലെ വിശ്വാസ സമൂഹം എന്താണെന്ന് പറഞ്ഞതെന്നറിയാമോ? ജീസസ് ഈസ് ഓൺലി ദ ലോർഡ്, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പ്രിയപ്പെട്ടവരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. വെറുതെ ഇരിക്കുമോ? അവരെ സിംഹക്കൂട്ടിലും എരിയുന്ന തീപ്പൊയ്കയിലും തള്ളാനാണ് ചക്രവർത്തിയുടെ നിർദ്ദേശം. അതായിരുന്നു പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയമായ പീഡനം. രണ്ടാമതായിട്ട് ലോക്കൽ പെർസിക്യൂഷൻ, തദ്ദേശീയമായ പീഡനം. അത് വെറുതെയുള്ളൊരു പീഡനമാണ്. എന്താണ്? ഈ ചക്രവർത്തിമാർക്ക് ഇവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടമല്ല എന്ന് നാട്ടുകാരെല്ലാവരും പറയുകയാണ്. അവർ ക്രിസ്ത്യാനികളായി പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ, ചക്രവർത്തിമാരുടെ വിരോധം സമ്പാദിച്ചത് കൊണ്ട് തന്നെ തദ്ദേശീയരായ ആളുകൾക്കും ഇവരോട് ഇഷ്ടമല്ലാതെയായി അവരെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ പീഡനമാണ് റിലീജിയസ് പെർസിക്യൂഷൻ, മതപരമായ പീഡനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം എന്നതിന് പുറമെ ആ ദൈവം ഞങ്ങളുടെ സ്വന്തമാണെന്ന് അവകാശപ്പെടുന്നതായ യഹൂദന്മാർ എന്തു ചെയ്യുന്നു? ഈ ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. അവർ എല്ലായിടത്തും പങ്കാളികളായി, എല്ലായിടത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നതായ ഈ സ്മുർണയിലെ വിശ്വാസികളെ വല്ലാതെ ഉപദ്രവിക്കുകയും അവരെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സിംഹക്കുഴിയിലും തീച്ചുളയിലും ഇട്ടുകളയുകയും ചെയ്യുന്നതായ അനുഭവം കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഈ പീഡനങ്ങളുടെ എല്ലാം മധ്യത്തിലാണ് സ്മുർണയിലെ വിശ്വാസ സമൂഹം നിലനിന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ പ്രിയപ്പെട്ടവരെ ചില തടവിലാക്കപ്പെടലുകൾ, ചില ഉപദ്രവങ്ങൾ, ചില നിന്ദകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറയുവാനായിട്ടാണ് ഇന്ന് ഈ സ്മുർണ സഭയെ ധ്യാനിപ്പാനായിട്ട് ഞാൻ എടുത്തത്. പ്രിയപ്പെട്ടവരെ, കാരണം ക്രിസ്തുവിൻ്റെ അനുയായിയായി ജീവിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ചാൽ, ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരായി വിശ്വാസികളായി ലോകത്ത് ജീവിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ചാൽ, ഉപദ്രവമല്ലാതെ പീഡനമല്ലാതെ പ്രതിവിധിയായി മറ്റൊന്നും ഇല്ല എന്ന് ഓർത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം. ഈ പീഡനങ്ങളുടെ മധ്യത്തിൽ ദാരിദ്ര്യം എന്നുള്ളതായ ഒരു വലിയ കഷ്ടപ്പാടും ഈ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, എല്ലാ പീഡനങ്ങൾക്കും അവസാനം ഒരു നല്ല കാലമുണ്ടല്ലോ, അല്ലേ? എന്നാൽ സ്മുർണ സഭ, ആ ചരിത്രം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് 50 ലക്ഷത്തോളം ആളുകൾ രക്തസാക്ഷികളായി തീർന്നതായ ഈ സഭയോട് കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത് കണ്ടു, നിങ്ങൾക്ക് ഇനിയും സഹനമുണ്ടാവും, നിങ്ങൾ പലരെയും ഇനിയും തടവിൽ ആക്കും, ഉപദ്രവങ്ങൾ ഉണ്ടാവും, മരണം വരെ വിശ്വസ്തരായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് തീരും, നാളെ തീരും, ഒരു നല്ല കാലം വരും എന്ന് വിശ്വസിച്ചിരുന്നതായ ജനങ്ങളോട് പറയുകയാണ്, മരണം വരെ ഇതുപോലെ പീഡനങ്ങൾ ഉണ്ടാവും, നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. ആ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു? അവർ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവർ വിശ്വസ്തരായി കർത്താവിനോട് കൂടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. യേശു കർത്താവ് ഇന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്, സ്മുർണയിലെ വിശ്വാസ സമൂഹത്തെ പോലെ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചനധ്യാനത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായ ടൈറ്റിൽ, ബി സ്പെഷ്യൽ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ബി സ്പെഷ്യൽ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രത്യേകതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രത്യേകതയുള്ളവരായിരിക്കുക. ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ടൈറ്റിലിൻ്റെ അടിസ്ഥാനത്തിൽ 4 ചിന്തകൾ ഒരുമിച്ച് വളരെ വേഗത്തിൽ ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ സഭ, സ്മുർണയിലെ സഭ, അവരെ പറ്റി പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട സഭ. The church empowered by God. The church empowered by God. ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട സഭ. 8ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചതായ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 8ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, സ്മുർണ സഭയോട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനുള്ളതായ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനുള്ളതായ ഒരരുളപ്പാടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ മരിച്ചവൻ, ഞാൻ വീണ്ടും ജീവിക്കുന്നവൻ, ഞാൻ ആദ്യൻ, ഞാൻ അന്ത്യൻ. ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ. എന്തുകൊണ്ടായിരിക്കാം ഈ വാക്കുകൾ കർത്താവ് അവരോട് പറയുന്നത്? ഞാൻ പീഡനത്തെയും ഞാൻ മരണത്തെയും
അതിജീവിച്ച് ഇന്ന് ജീവിക്കുന്നത് പോലെ പീഡനത്തിൽ കൂടിയും മരണത്തിന്റെ അനുഭവങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, നിങ്ങളും ഒരിക്കൽ ജയാളികളായി തീരും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു കടന്നു പോകാത്തതായ ഒരു പീഡനത്തിന്റെയും ഒരു വേദനയുടെയും പാതകൾ എനിക്കും നിങ്ങൾക്കും മുൻപിൽ കർത്താവ് തുറന്നു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ എടുക്കേണ്ടി വരുന്നതായ കഷ്ടതകൾക്ക്, സഹനങ്ങൾക്ക് വിജയമുണ്ടെന്ന് യേശു കർത്താവ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം അതിന് തന്നെ ധാരാളം തെളിവുകൾ നൽകുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വ്യക്തി അവിടെയുണ്ട്. യോസഫ് യാക്കോബിന്റെ മകനായിരുന്നു. സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു യോസഫ്. പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു. അവിടെ നിന്ന് സഹോദരന്മാർ എടുത്ത ഇസ്മായിലിയർക്ക് വിറ്റു. പൊത്തീഫറിന്റെ കൊട്ടാരത്തിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും തടവിലാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തെ ഈ പടികളിലൂടെയൊക്കെ കടന്നു പോയിട്ടും യോസഫ് തള്ളിപ്പറയാതെ മുറുകെ പിടിച്ചതിന്റെ ഭാഗമായിട്ട് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. But the Lord was with Joseph. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട്, വിശ്വസ്തരായിരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് 1 ശമൂവേൽ 17 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് ദാവീദ് പോകുന്നു. ആരാണ് ദാവീദ്? ഇശ്ശായിയുടെ 8 മക്കളിൽ 8ാമത്തവൻ. സഹോദരന്മാരെക്കാൾ എല്ലാം ബലഹീനൻ എന്ന് പറഞ്ഞ ഒരു ആട്ടിടയ ചെറുക്കൻ. അവൻ പോകുമ്പോൾ ശൗല ദാവീദിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? ദാവീദേ, നിന്നെ എനിക്കറിയാം, നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഗോ ആൻഡ് ദ ലോർഡ് ബി വിത്ത് യു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രതികൂലതകളുടെ മധ്യത്തിൽ കൂടി വിശ്വാസ സമൂഹം കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടി വിശ്വാസ സമൂഹം കടന്നു പോകുമ്പോൾ, ഞാനും നിങ്ങളും ഓർക്കുക, ശക്തി ദൈവത്തിങ്കൽ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും കൈവിടാതെ കൂടെ ഇരുത്തുന്ന ഒരു ദൈവമാണ്. ഈ സ്മുർണ സഭയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോസ്തലനായ യോഹന്നാന്റെ അവസാന ശിഷ്യനായിരുന്ന പ്രിയപ്പെട്ടവരെ, പോളികാർപ്പ് ഈ സ്മുർണ സഭയുടെ വ്യക്തിയായിരുന്നു. 87 വയസ്സുവരെ ജീവിച്ച മനുഷ്യനായിരുന്നു പോളികാർപ്പ്. 86 വർഷം ഞാൻ അവനെ സേവിച്ചു. നന്മയല്ലാതെ എൻ്റെ തമ്പുരാൻ ദോഷമായിട്ട് എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും എൻ്റെ തമ്പുരാനെ തള്ളിക്കളഞ്ഞിട്ട് ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പോളികാർപ്പ് പറയുകയാണ്. ഇത് കേട്ട് ക്ഷുഭിതനായ മറ്റൊരു റോമൻ പടയാളി പോളികാർപ്പിനെ ഒരു തൂണിൽ കെട്ടിയിട്ടിട്ട് തീ കത്തിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. തീ കത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ പോളികാർപ്പ് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? സഹോദര, കെടുന്ന തീ കൊണ്ട് നീ എന്നെ ഭയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ കെടാത്ത ഒരു അഗ്നിജ്വാല നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ടെന്ന് നീ ഓർക്കണം. കെടുന്ന തീ കൊണ്ട് നീ എന്നെ ഭയപ്പെടുത്തുകയാണ്, എന്നാൽ കെടാത്ത ഒരു അഗ്നിജ്വാല നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ടെന്നുള്ളത് നീ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് സ്മുർണ സഭയിലെ ഒരു വ്യക്തി മാത്രമാണ്. ഇതുപോലെയുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസ സമൂഹവും. ഉള്ളിൽ ഫയർ, ഉള്ളിൽ തീയുമായിട്ട് ജീവിച്ച വിശ്വാസികളായിരുന്നു സ്മുർണ സഭയിലെ വിശ്വാസികൾ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് അവരുടെ പ്രതികൂലതകളിൽ, പ്രയാസങ്ങളിൽ ദൈവം അവർക്ക് കൂട്ടായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഇന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട ഒരു സഭയായി മാറുവാൻ, ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട വ്യക്തികളായി മാറുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഈ വേദഭാഗം, സ്മുർണയിലെ സഭ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് ദൈവത്താൽ ആദരിക്കപ്പെട്ട സഭ. ഒന്ന്, ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട സഭ. 2, ദൈവത്താൽ ആദരിക്കപ്പെട്ട സഭ. The church honored by God. The church honored by God. 9 വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2 അധ്യായം 9 വാക്യം. നിങ്ങളുടെ കഷ്ടത, ദാരിദ്ര്യം, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് യേശു കർത്താവ് അവരോട് പറയുന്നത്? നിങ്ങളുടെ കഷ്ടതയും നിങ്ങളെ പറ്റിയുള്ള മറ്റുള്ളവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അറിയുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അർത്ഥം, നിങ്ങളെ പറ്റിയുള്ള അറിവ്
നിങ്ങളെ ആദരിക്കുന്നതിന് കാരണമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. കർത്താവ് ഈ വിശ്വാസികളെ അറിയുന്നു, എന്നാൽ കർത്താവ് ഈ വിശ്വാസികളെ ആദരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവരുടെ സഹനങ്ങളെ കർത്താവ് ആദരിക്കുന്നു, അവരുടെ വിശ്വാസത്തെ കർത്താവ് ആദരിക്കുന്നു, അവരുടെ വിശ്വസ്തതയെ കർത്താവ് ആദരിക്കുന്നു. പ്രിയമുള്ളവരെ, അവരെ പ്രശംസിച്ച് ഒന്നും അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർ ചെയ്ത കാര്യങ്ങളെ പ്രകീർത്തിച്ച് ഒന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെങ്കിൽ ഒറ്റ വാക്കിൽ അവരെ ആദരിക്കുകയാണ്. ഞാൻ അറിയുന്നു എന്നുള്ളതായ പദം. ഐ നോ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രതികൂലതകൾ എനിക്ക് അറിയാം എന്ന് പറയുന്നതായ ഒരു വലിയ അനുഭവം. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ ധൈര്യം ഇന്നത്തെ സഭയിലെ അംഗങ്ങളാകുന്ന ക്രിസ്ത്യാനികളാകുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആരാകുന്നുവെന്നും നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാകുന്നുവെന്നും ഈ ദൈവത്തോടുള്ളതായ നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കുന്നുവെന്നും അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കണം. ആ അറിവ് നമ്മെ ദൈവം ആദരിക്കുന്ന അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. സങ്കീർത്തനക്കാരനായ ദാവീദ് 139 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും ബെഥേസ്ത കുളക്കരയിൽ 38 വർഷമായി തളർവാദ രോഗിയായി കിടക്കുന്നതായ ഒരു മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് യേശു അവനോട് പറയുന്നത്, നീ ദീർഘവർഷങ്ങളായി തളർവാദ രോഗത്താൽ ഇവിടെ കിടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു സന്ധ്യയിൽ കാറ്റും കോളും തിരമാലകളും നിറഞ്ഞതായ അവസ്ഥയിൽ പടകിലേറി യേശു കർത്താവ് ഗന്നേസരത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. യേശു ഭൂതഗ്രസ്തന്റെ അടുക്കൽ വന്നിട്ട് എന്താണ് അവനോട് പറയുന്നതെന്നറിയാമോ? ഞാൻ നിന്നെ അറിയുന്നു. ഒരു ഭൂതഗ്രസ്തൻ ഇവിടെ ഉണ്ടെന്നുള്ളത്, ഒരുവൻ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന യേശുവിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ അറിഞ്ഞു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അറിയുന്നവനായ, അറിവിനെ ആദരമാക്കി മാറ്റുന്നതായ ഒരു കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയുടെ പേരിൽ, ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പേരിൽ, ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നതായ കഷ്ടതകളെയും പ്രതിസന്ധികളെയും അറിയുന്ന ഒരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവമെന്നുള്ള ഒരു വലിയ ഉറപ്പ് എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യണം. ഈ ബോധ്യത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹീതമായിട്ട് മാറുന്നത്. 2011 IDR സ്റ്റാർ സിംഗറിൽ 3-ാം സ്ഥാനം ലഭിച്ചതായ വ്യക്തിയുടെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും: ഇമ്മാനുവേൽ ഹെൻറി. പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവേൽ ഹെൻറി IDR സ്റ്റാർ സിംഗറിൽ 3-ാം സ്ഥാനം വാങ്ങിച്ചിട്ട് ആ ട്രോഫി കരസ്ഥമാക്കിയിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവൻ പാടിയ പാട്ട് നിങ്ങൾക്കറിയാം. എന്താണ്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതിനുശേഷം ഇമ്മാനുവേൽ ഹെൻറി എന്താണ് പറയുന്നതെന്നറിയാമോ? എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നത് അവനെ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷിയാക്കി നിർത്തണം എന്നുള്ള ആഗ്രഹത്തോടെയാണ്. കാരണം ഞാൻ ഈ സ്റ്റേജിൽ വന്ന് നിന്നാൽ, ഇവിടെ എനിക്കൊരു സമ്മാനം ലഭിച്ചാൽ, ഞാൻ 3rd പ്രൈസ് കരസ്ഥമാക്കിയാൽ എൻ്റെ തമ്പുരാന്റെ നാമം മഹിമപ്പെടും എന്ന് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കൽദായ സുറിയാനി സഭയിലെ പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നതായ വിവിധ സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും കൂടി ഈ ഭൂമുഖത്ത് കർത്താവാക്കി വെച്ചിരിക്കുമ്പോൾ ഞാനും നിങ്ങളും അവൻ്റെ ലജ്ജിക്കാത്ത സാക്ഷികളായിരിക്കുമെന്നുള്ള വലിയ ഉറപ്പ് എൻ്റെയും നിങ്ങളുടെയും കർത്താവിനുണ്ട്. നമ്മെ ഉള്ളതുപോലെ അറിയുന്നവനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഞാൻ സെക്കൻഡറാബാദിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് USA ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു.
അവിടെ 4 വർഷത്തെ ശുശ്രൂഷ സമയത്ത് എൻ്റെ നാട്ടുകാരൻ, എൻ്റെ നാട് തിരുവല്ലയാണ്, തിരുവല്ലക്കാരനായ എൻ്റെ അയൽവക്കത്തുകാരനായ ഒരു മനുഷ്യൻ ഞാൻ നാട്ടിലേക്ക് തിരികെ പോരുന്ന സമയത്ത് എന്നെ വിളിച്ചു. ആ സമയത്ത് ആളുകളൊക്കെ വിളിക്കുകയും ഭക്ഷണം തരികയും ഗിഫ്റ്റ് തരികയും ഒക്കെ ചെയ്യും. ആ സമയത്ത് ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരു എൻവലപ്പ് തന്നു, ഒരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ അയൽവക്കക്കാരനാണല്ലോ, നാട്ടുകാരനാണല്ലോ, എനിക്കത് വാങ്ങാനായിട്ടൊരു മടി. ഞാൻ പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഭക്ഷണം കഴിച്ചല്ലോ, നാട്ടിൽ വരുമ്പോൾ ഇനിയും കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിർബന്ധപൂർവ്വം എൻ്റെ തന്നു. $500 ആയിരുന്നു, $500. അത് നാട്ടിൽ 35,000-40,000 രൂപയാണ് അന്നതിൻ്റെ വാല്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെയൊക്കെ എനിക്ക് തരുന്നത്? നമ്മൾ എത്ര നാൾ മുതൽ കാണുന്നവരാണ്, പരിചയപ്പെടുന്നവരാണ്. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ഇതെൻ്റെ ഒരു കടം വീട്ടലാണ്. ഞാൻ ചോദിച്ചു, എന്താണ് കടം വീട്ടൽ? അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങളുടെ കുടുംബം ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ പപ്പായുടെ സഹോദരങ്ങൾ, അതായത് എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിക്കും 8 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-4 പേർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് നാട്ടിൽ അവർ വരുമ്പോൾ ഈ വല്യമ്മച്ചിക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ വലിയ പ്രയാസമാണ്, ഹൈ ഡയബറ്റിക് ആണ്. അതുകൊണ്ട് ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അവർ കൊടുക്കുന്നത് ഫോറിൻ ചട്ട തുണികളായിരുന്നു, അല്ലെങ്കിൽ ഫോറിൻ തുണികളായിരുന്നു ചട്ട തയ്ക്കാനായിട്ട്. എങ്ങും ഇറങ്ങിപ്പോകാൻ കഴിയാത്ത അമ്മച്ചി ചട്ട തയ്ക്കാറില്ല, ഈ തുണികളൊക്കെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതായ ഈ USA ഞാൻ കണ്ടതായ ആ മനുഷ്യൻ്റെ അമ്മ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ കൂടിയാണ് പോകുന്നത്. അമ്മച്ചി ജനൽ തുറന്നിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ജനലിങ്കൽ വന്ന് നിന്നിട്ട് ഈ അമ്മച്ചിയും ഞങ്ങളുടെ വല്യമ്മച്ചിയും തമ്മിൽ സംസാരിക്കും. പോകുന്ന സമയത്ത് ഞങ്ങളുടെ വല്യമ്മച്ചി എന്ത് ചെയ്യും, ഈ ഫോറിൻ തുണിയെടുത്ത് അവർക്ക് കൊടുക്കും ചട്ട തയ്ക്കാൻ. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഏകദേശം 35-40 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണ്. ഈ അടുത്ത സമയത്ത് എന്നോട് പറയുകയാണ്, ഞങ്ങളുടെ അമ്മ ആദ്യമായിട്ട് ഫോറിൻ തുണിയുടെ ചട്ട ഇടുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ വല്യമ്മച്ചി കൊടുത്ത തുണി കൊണ്ടാണ്. അതുകൊണ്ട് എനിക്കിന്ന് അതിൻ്റെ കടം വീട്ടണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. എൻ്റെ വല്യമ്മച്ചി ഇത് വിചാരിച്ചോ? ഞാനിത് വിചാരിച്ചോ? ആരെങ്കിലും ഇത് വിചാരിച്ചോ? 35-40 വർഷങ്ങൾക്ക് മുൻപ് ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്തതിൻ്റെ സ്മരണയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കടം വീട്ടുന്നതായൊരു മകനെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്മുർണയിലെ സഭയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവവചനം പറയുകയാണ്, നിങ്ങൾ അവൻ്റെ നാമത്തിൽ അടിയുറച്ച് നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പാടുകൾ അവൻ്റെ നാമത്തിൽ സഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര തുടരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൻ വാക്കു പറഞ്ഞാൽ വാക്കു മാറാത്തതായ ഒരു ദൈവമാണ്. അവൻ നിങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കഷ്ടപ്പാടുകളിൽ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തെ സ്മുർണ സഭയിലെ ജനങ്ങൾ കണ്ടു. കഷ്ടപ്പാടുകളിൽ ആദരിക്കുന്ന ഒരു ദൈവത്തെ സ്മുർണ സഭയിലെ ജനങ്ങൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ അവനെ ഉയർത്തിക്കാട്ടുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം. നമ്മുടെ ജീവിതയാത്രയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മുടെ വലിയ നാമമഹത്വം, കർത്താവിൻ്റെ നാമമഹത്വം നമ്മളിൽ കൂടി മാറുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. ചില ആളുകളുണ്ടല്ലോ, അവരെ തന്നെ അങ്ങ് പുകഴ്ത്തുകയാണ്, അല്ലേ? ഒരു രൂപയുടെ ഇൻവിറ്റേഷൻ, ₹1 കാർഡ്, വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ട് അതിനകത്ത് മറ്റുള്ളവനെ ചവിട്ടിത്താഴ്ത്തതും മറ്റുള്ളവനെ കബളിപ്പിച്ച് നേടിയതുമായ ഡിഗ്രികളും അതുപോലെ സ്ഥാനമാനങ്ങളും എല്ലാം കുത്തി നിറച്ചിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യുകയാണ്. ഞാൻ ഇതാണ്, ഞാൻ അതാണ് എന്നൊക്കെ പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും അല്ലല്ലോ ഞാനും നിങ്ങളും ആയത്. ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടുമല്ലേ? ദൈവം എന്നെയും നിങ്ങളെയും അറിയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അവനാൽ ആദരിക്കപ്പെടുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് ദൈവത്താൽ ആദരിക്കപ്പെടുന്ന സഭയുടെ ഭാഗമായി, ദൈവത്താൽ ആദരിക്കപ്പെടുന്ന വിശ്വാസ സമൂഹമായി മാറുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം. മൂന്നാമതായിട്ട് ഈ സഭയെപ്പറ്റി പറയുന്നത് കഷ്ടതകളിൽ വിശ്വസ്തയായ സഭ എന്നാണ്. കഷ്ടതകളിൽ വിശ്വസ്തയായ സഭ. ഫെയ്ത്ത്ഫുൾ ചർച്ച് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. ഫെയ്ത്ത്ഫുൾ ചർച്ച് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. നമ്മൾ കണ്ടു, ഈ വായിച്ച വേദഭാഗത്ത് കണ്ടു, സ്മുർണയിലെ സഭാജനങ്ങൾ അവർ ധനവാന്മാരായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ ദരിദ്രരായി തീർന്നു. എങ്ങനെയാണ്? അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, അവരുടെ ധൂർത്ത് കൊണ്ടല്ല,
പിന്നെയോ അവർ ക്രിസ്ത്യാനികളാണെന്നുള്ളതായ ഒറ്റ കാരണത്താൽ അവരുടെ ധനം മുഴുവൻ ചൂഷണം ചെയ്യപ്പെട്ടു. അവർ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളത് ദൈവവചനത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. അവർ കഷ്ടതകളിലും ഉപദ്രവങ്ങളിലും അകപ്പെട്ട് അവരുടെ സമ്പത്ത് മുഴുവൻ നഷ്ടമായി പോകുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ധനവും സമ്പത്തുമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് ഒരു മറുപടിയാണ് ഈ സംഭവം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത്. ഉള്ളതിൽ സംതൃപ്തരായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കൂടുതൽ ധനമുണ്ടാകുക, കൂടുതൽ സമ്പന്നരായിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഉള്ളതിൽ സംതൃപ്തരായിരിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ ഈ സ്മുർണയിലെ ജനങ്ങൾ പ്രിയപ്പെട്ടവരെ അതിൽ വിശ്വസിച്ചു, അതിൽ ആശ്രയിച്ചു. അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ സാമ്പത്തികമായ ഇല്ലായ്മകൾ ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ എടുത്തില്ല എന്നുള്ളത് ഇവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം വന്നു, ഞങ്ങളുടെ സമ്പത്ത് പോയി, ഞങ്ങൾക്കിനിയും ഈ ദൈവം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയുവാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുന്നതും വിശ്വാസത്തെ തള്ളിപ്പറയുന്നതും സഭകളിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? സാമ്പത്തികമായ നഷ്ടം നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ്, അല്ലേ? പള്ളിയോട് ചേർന്ന് നിന്നാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വന്നാലോ, ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി വലിയ ഭക്തരായിട്ട് നിന്നു കഴിഞ്ഞാൽ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്മുർണയിലെ ജനങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് മാത്രമായിരുന്നു. ലോകത്തിലുള്ളതായ ഭൗതികതകളോ സമ്പത്തുകളോ ധനമോ ഒന്നും ആയിരുന്നില്ല. ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ ഉറപ്പായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത്രയേറെ വിശ്വസ്തമായ ജീവിതം നയിച്ച, ഇത്രയേറെ പീഡനങ്ങളുടെ മധ്യത്തിലും ഉറച്ചു നിന്നതായ സ്മുർണയിലെ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്നതായ അടുത്ത സന്ദേശം എന്ന് പറയുന്നത് അതത്ര സുഖകരമായ സന്ദേശമൊന്നുമായിരുന്നില്ല. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം: നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. പ്രിയപ്പെട്ടവരെ, 10 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതാ പോയി ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. 10 ദിവസം എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുമ്പോൾ 10 ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. 10 ദിവസം മാത്രമല്ല, 10 ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ, അതായത് ഇന്നും നാളെയും ഒന്നും ഇത് തീരാൻ പോകുന്നില്ല. എന്ത്? നിങ്ങൾക്കുണ്ടാകുന്നതായ ഉപദ്രവം. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസ സമൂഹം ഇവിടെ ഉറച്ചു നിന്നത്? അവർ യേശുവിന് ഞങ്ങളെ അറിയാമെന്നുള്ള വലിയ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ഉറച്ചു നിന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ സ്മുർണയിലെ ക്രിസ്ത്യാനികൾ ദൈവത്തെ മറുത്തു പറയുകയോ അവർ പിറുപിറുക്കുകയോ ചെയ്തില്ല. എന്നിട്ടും കഷ്ടതയുടെ മരുഭൂമിയിൽ കൂടി ഈ കർത്താവ് അവരെ നടത്തുകയാണ്. എന്തിന്? നമ്മൾ വായിക്കുന്നുണ്ട്, ജീവകിരീടത്തിന് അവരെ അവകാശികളാക്കി തീർക്കുവാനായിട്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ സത്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു, അറിയുന്നു. ഒരു ജീവന്റെ കിരീടം എനിക്കായി നിങ്ങൾക്കായി കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. കർത്താവ് നൽകുന്ന ഒരു വലിയ ഉറപ്പുണ്ട് ഈ വേദഭാഗത്ത്. നമ്മൾ വായിച്ചു. എന്താണെന്നറിയാമോ? ഡു നോട്ട് ഫിയർ, ഭയപ്പെടേണ്ട. ആദ്യനും അന്ത്യനുമായവൻ, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതമായ സന്ദേശം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: യോഹന്നാൻ തടവിലായിരുന്നത് പത്മോസ് ദ്വീപിലായിരുന്നു. പത്മോസ് ദ്വീപിൽ തടവിലായിരുന്നപ്പോൾ നമുക്കറിയാം അതിന്റെ ചുറ്റുപാടുകൾ മുഴുവൻ വെള്ളമാണ്. യോഹന്നാൻ വല്ലാതെ ഈ വെള്ളത്തിൽ അസ്വസ്ഥനായി. അതായത് ചുറ്റുപാടുകളിലും വെള്ളമായതുകൊണ്ട് എപ്പോഴും അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും മാറാനായിട്ട് അവൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് യോഹന്നാൻ എന്താണ് 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അടുത്ത വാക്യം ഇങ്ങനെയാണ്: സമുദ്രവും ഇനി ഇല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, എന്നെയും നിങ്ങളെയും മടുപ്പിച്ച, എന്നെയും നിങ്ങളെയും വെറുപ്പിച്ച,
എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ അസ്വസ്ഥമാക്കിയ, ജീവിതത്തിലെ പ്രയാസങ്ങൾ തന്നതായ ഒരനുഭവവും ഇനിയും എൻ്റെയും നിങ്ങളുടെയും ദൈവം നമുക്ക് തരികയില്ല എന്നുള്ള ഒരു വലിയ ഉറപ്പിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. സ്മിർനയിലെ വിശ്വാസികൾക്ക് ആ ഒരു വലിയ ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്താണ്? ഈ കഷ്ടപ്പാടുകളൊക്കെ ഏറ്റാലും, ഈ ഉപദ്രവങ്ങളൊക്കെ ഏറ്റാലും സർവശക്തനായ തമ്പുരാൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അവൻ ഞങ്ങളെ കൈവിടുകയില്ല. അവൻ ഞങ്ങളെ അറിയുന്നവനാണ്. അവൻ ജീവന്റെ കിരീടം ഞങ്ങൾക്ക് തരുന്നവനാണെന്നുള്ള ഒരു വലിയ ഉറപ്പ് സ്മിർനയിലെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിതയാത്ര നിർവഹിക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എത്ര കഷ്ടപ്പാടുകളിൽ കൂടിയാണ് കടന്നുപോയത്. ഈ അടുത്ത സമയത്ത് റാന്നിക്കാരൻ പ്രിൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത സാക്ഷ്യം കേട്ടു. അദ്ദേഹം ഇന്ന് ഒരു വലിയ നിലയിലൊക്കെയാണ്. ഈ പ്രിൻസ് ഒരു ചെറുപ്പമായിരുന്നപ്പോൾ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ പഠിക്കുവാൻ അധികം മിടുക്കനൊന്നും ആയിരുന്നില്ല. എല്ലാ വിഷയങ്ങൾക്കും മാർക്ക് വളരെ കുറവായിരുന്നു. ടീച്ചർമാർ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ഒരു രാത്രിയിൽ പ്രിൻസ് തൻ്റെ കട്ടിലിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് തമ്പുരാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത് അറിയാമോ? തമ്പുരാനെ, ഒന്നുകിൽ എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരണം, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുന്നതായ ടീച്ചർമാരെ എല്ലാം ഒന്ന് മാറ്റിത്തരണം. ഇത് പ്രാർത്ഥിച്ച് കരയുമ്പോൾ പ്രിൻസ് പറയുന്നത് അവൻ്റെ അമ്മ പൊട്ടിക്കരയാണ്. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട്, ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേട്ട് പ്രിൻസ് കിടന്നുറങ്ങി. അന്ന് രാത്രിയിൽ പ്രിൻസിൻ്റെ ഷോൾഡറിൽ, പ്രിൻസിൻ്റെ ചുമലിൽ എൻ്റെയും നിങ്ങളുടെയും അരുമനാഥനായ തമ്പുരാൻ കൈവച്ചു. റാന്നിക്കാരൻ പ്രിൻസ് പറയുന്നത് എന്താണെന്നറിയാമോ? പിന്നീട് തമ്പുരാൻ ഇന്നുവരെ ആ കൈ ചുമലിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, ഞാനും നിങ്ങളും മുട്ടിന്മേൽ നിന്നുകൊണ്ട് അയ്യം വിളിച്ച് കരഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ. എന്നെയും നിങ്ങളെയും ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചതായ വിഷയങ്ങളുണ്ടല്ലോ. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ വല്ലാതെ ജീവിത നൗകയെ പിടിച്ച് കുലുക്കിയതായ വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങൾക്ക് മുൻപിൽ പ്രതികാരം ചെയ്യാനൊന്നും പോകേണ്ട. ആ വിഷയങ്ങൾക്ക് മുൻപിൽ യാതൊരുവിധ ഉപദ്രവങ്ങളും ഉണ്ടാക്കാൻ പോകേണ്ട. മുട്ടിന്മേൽ നിന്നുകൊണ്ട് തമ്പുരാനോട് നിലവിളിച്ച് കരയുന്നുവെങ്കിൽ, മുട്ടിന്മേൽ നിന്നുകൊണ്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ്റെ കരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ചുമലിൽ മേൽ വെക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അവൻ കൈവിടുന്നവനല്ല, അവൻ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ നമ്മളെ നിസ്സഹായരായി വിടുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇംഗ്ലണ്ടിലെ ജോർജ് മുള്ളർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രാർത്ഥനാവീരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഓർഫനേജുകൾ നടത്തുക, അനാഥശാലകൾ നടത്തുന്ന മനുഷ്യനായിരുന്നു. 10,000-ത്തിലേറെ കുഞ്ഞുങ്ങളെയാണ് അദ്ദേഹത്തിന്റെ അനാഥശാലയിൽ നിന്ന് ജീവനിലേക്ക്, രക്ഷയിലേക്ക് കൊണ്ടുപോയത്. ഒരു അനാഥശാലയിലെ സംഭവത്തെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല. 600-ലധികം കുഞ്ഞുങ്ങൾ താമസിക്കുന്ന അനാഥശാലയാ, ഓർഫനേജാ. രാവിലെ 6 മണിയായി, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം. ജോലിക്കാരെല്ലാം എഴുന്നേറ്റ് താടിക്ക് കയ്യും കൊടുത്ത് അടുക്കളയിൽ ഇരിക്കുകയാണ്. ജോർജ് മുള്ളറെ കാണാനായിട്ടില്ല. ജോർജ് മുള്ളർ തൻ്റെ കിടക്കയ്ക്കരികിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്: എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ 600 കുഞ്ഞുങ്ങളും രാവിലെ സ്കൂളുകളിലേക്ക് പോകേണ്ടവരാണ്. അവർക്ക് കൊടുക്കാൻ ഈ അടുക്കളയിൽ ഒന്നുമില്ല. എൻ്റെ തമ്പുരാനെ, നീ അറിയുന്നുവല്ലോ. അവൻ രാത്രിയിലും രാവിലെയും എല്ലാം മുട്ടിനുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജോർജ് മുള്ളർ ഇംഗ്ലണ്ടിലെ തൻ്റെ ഓർഫനേജിന്റെ മുറിയിൽ രാത്രിയിലും പ്രഭാതത്തിലും മുട്ടിനുമേൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഓർഫനേജ് സമീപത്തുള്ളതായ ബേക്കറിക്കാരൻ അവൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കർത്താവ് അവൻ്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. 7 മണിയായപ്പോൾ വാതിലൊരു മുട്ട് കേട്ടു. ജോലിക്കാർ വന്ന് തുറന്നപ്പോൾ പറയുകയാണ്, ഈ ബേക്കറിക്കാരൻ പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ എൻ്റെ ദൈവം എന്നോട് വല്ലാതെ ഇടപെട്ടിട്ട് പറഞ്ഞു, നീ എത്ര വർഷമായി ഇവിടെ ബേക്കറി നടത്തുന്നു? ഈ ജോർജ് മുള്ളർ എത്ര നാളായി ഇവിടെ ഒരു ഓർഫനേജ് നടത്തുന്നു? ആ കുഞ്ഞുങ്ങൾക്ക് ഇന്നുവരെയും നീ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് നീ കുറച്ച് ബ്രെഡ് കൊണ്ടുപോയി അവന് കൊടുക്ക്. എൻ്റെ ഓർമ്മയിൽ ബേക്കറിയിൽ ഉണ്ടായിരുന്നതായ ഇതാ മുഴുവൻ ബ്രെഡും ഞാൻ തരികയാണെന്ന് പറഞ്ഞ് അതവിടെ കൊടുത്തിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പാല് വേണമല്ലോ. ഒരു അരമണിക്കൂറോട് കഴിഞ്ഞപ്പോഴേക്കും ഒരു മിൽക്ക് വാനിൻ്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു, ഈ വാതിൽക്ക് വന്നപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നന്നാക്കിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ 2-3 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും ഈ പാലിൻ്റെ ഉപയോഗമൊന്നും ഇല്ലാതെയാകും. അതുകൊണ്ട് ഈ ഓർഫനേജിൻ്റെ ബോർഡ് കണ്ടു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവിടെ, ഈ പാല് മുഴുവൻ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞ് ആ മിൽക്ക് വാനിൽ നിന്നും പാല് ഡ്രൈവർ ഓർഫനേജിലേക്ക് കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥന കേൾക്കുന്ന
ഒരു തമ്പുരാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരും ആരെയും നിർബന്ധിച്ചില്ല, ആരും ആരുടെയും വീട്ടിൽ പോയി ചോദിച്ചില്ല. ജോർജ് മുള്ളർ, റാന്നിക്കാരൻ പ്രിൻസ്, മുട്ടിന്മേൽ നിന്നുകൊണ്ട് തമ്പുരാനോട് പ്രാർത്ഥിച്ചു, എന്റെ തമ്പുരാനെ, ഞാൻ ബലഹീനനാണ്, ഞാൻ നിസ്സഹായനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. എന്നാൽ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിനക്കറിയാം, എന്നെ ഉള്ളതുപോലെ അറിയുന്ന, എന്റെ കഷ്ടപ്പാടുകൾ അറിയുന്ന, എന്റെ ബലഹീനതകൾ അറിയുന്ന, എന്റെ വിശ്വാസം അറിയുന്ന ഒരു തമ്പുരാൻ നീയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സന്ധ്യയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും എന്നോടും അരുമനാഥനായ തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം തരുന്ന, നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ദൈവം. ഇവിടെ നമ്മൾ കാണുകയാണ് കഷ്ടതകളിൽ വിശ്വസ്തത പാലിച്ചതായ ഒരു സഭ. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് നാലാമതായിട്ട് നമ്മൾ കാണുകയാണ് ജീവകിരീടം അവകാശമാക്കിയ സഭ. ജീവകിരീടം അവകാശമാക്കിയ സഭ. The church that has inherited the crown of life. The church that has inherited the crown of life. 10ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പീഡിത സഭയായ സ്മിർന സഭയ്ക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത പ്രതിഫലമാണ് ജീവകിരീടം, ദ ക്രൗൺ ഓഫ് ലൈഫ്. പ്രിയപ്പെട്ടവരെ, ധനം മുഴുവൻ നഷ്ടമായി, തടവിലായി, തീപ്പന്തം പോലെ പല വിശ്വാസികളും നിന്ന് കത്തി, സിംഹത്തിന്റെ കുഴിയിൽ പലരും എറിയപ്പെട്ടു. എന്നിട്ടും ഈ കർത്താവിനെ തള്ളിപ്പറയാൻ അവരെല്ലാവരും തയ്യാറായില്ല. മരണത്തോളം വിശ്വസ്തയോടെ നിലനിന്നതായ ആ ദൈവജനത്തോട് കർത്താവ് പറയുകയാണ്, എൻ്റെ പ്രിയ മകനെ, എൻ്റെ പ്രിയ മകളെ, നിന്നെ ഞാൻ എങ്ങനെ കൈവിടും? ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരണം വരെയും വിശ്വസ്തരായി കർത്താവിനോട് കൂടെ നിന്നാൽ അവൻ ഒരിക്കലും എന്നെയും നിങ്ങളെയും കൈവിടില്ല എന്നുള്ളത് ഈ ദൈവവചനം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതായ ഒരു സംഭവമായിരിക്കാം, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ സൈലേഷ് മേത്ത എന്ന് പറയുന്നതായ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയണമെങ്കിൽ, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വീട്ടിൽ പോയി യൂട്യൂബിനകത്ത് ഡോക്ടർ സൈലേഷ് മേത്ത ആൻഡ് 6-year-old ഗേൾ സർജറി എന്ന് ചുമ്മാതെ അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്കത് കേൾക്കാനായിട്ട് സാധിക്കും. ഈ സൈലേഷ് മേത്ത 2009 നടന്നതായ ഒരു സംഭവമാണ്, അത് പങ്കുവെക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ സൈലേഷ് മേത്ത ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 മാസം കുറഞ്ഞത് എടുക്കും. ഇദ്ദേഹം ഒരു സർജറി നടത്തി. ആ സർജറിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് പറയുന്നത് ആരോടാണ്? ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടാണ് അദ്ദേഹം ഈ സംഭവം പറയുന്നത്. 2008 ഡിസംബർ 27 6 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുമായിട്ട് അപ്പനും അമ്മയും ഹോസ്പിറ്റലിൽ വരികയാണ്. ജൂനിയർ ഡോക്ടേഴ്സിനെയാണ് ആദ്യം കാണുന്നത്. ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവളുടെ കേസ് ഷീറ്റ് അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം കുഞ്ഞിൻ്റെ ഹൃദയം അത്രമാത്രം തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മടക്കി ഭവനത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ മാതാപിതാക്കൾക്ക് വലിയ വിഷമം. അവർ പറഞ്ഞു, ഈ കേസ് ഷീറ്റ് ഡോക്ടർ സൈലേഷ് മേത്തയുടെ മുൻപിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സും നേഴ്സസും പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല, ഡോക്ടർ നോക്കിയാലും ഇത് തന്നെ മറുപടി പറയത്തുള്ളൂ, അദ്ദേഹം തിരക്കാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ മാതാപിതാക്കൾ അവിടെ സംസാരിക്കുന്നതും അവരുടെ കരച്ചിലും സൈലേഷ് മേത്ത എങ്ങനെയോ അറിഞ്ഞിട്ട് അദ്ദേഹം ഈ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പോഴാണ് ഇവരെ കാണുന്നത്. ആ കേസ് ഷീറ്റ് വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി. അദ്ദേഹം അതിൻ്റെ 1-2 പേജുകൾ നോക്കിയിട്ട് ഈ മാതാപിതാക്കളോട് പറഞ്ഞു, ഐ എം വെരി സോറി, ജൂനിയർ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ മാത്രമേ ചെയ്യാനായിട്ട് എനിക്കും സാധിക്കൂ, കാരണം കുഞ്ഞിൻ്റെ ഹൃദയം അത്രമാത്രം തകർന്നിരിക്കുകയാണ്. അല്ല എങ്കിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഒറ്റ കാര്യം മാത്രം, ചില മണിക്കൂറുകൾക്കകത്ത് ഇവളുടെ ഹൃദയ ശസ്ത്രക്രിയ, ഓപ്പൺ ഹാർട്ട് സർജറി നിർവഹിക്കണം. പക്ഷെങ്കിൽ 70% പരാജയപ്പെടാനാണ് സാധ്യത. 30% മാത്രമേ സക്സസ് ആകാനായിട്ട് സാധ്യതയുള്ളൂ. അതുമല്ല എങ്കിൽ ഈ കുഞ്ഞ് ഒരു 3 മാസം കൂടെ നിങ്ങളുടെ കൂടെ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, 6 വയസ്സുള്ള കുഞ്ഞാണ്. മാതാപിതാക്കൾ വളരെയധികം വേദനപ്പെടുന്നതായ നിമിഷമാണ്. ആ സമയത്ത് ഈ അപ്പനും അമ്മയും കൂടി പറഞ്ഞു, ഡോക്ടർ സർജറി ചെയ്യണം എന്ന് പറയുകയാണ്. ഡോക്ടർക്ക് വലിയ അത്ഭുതമായി പോയി. എന്താണ്?
സർജറി ടേബിളിൽ വെച്ച് എന്തും സംഭവിക്കാം. ഈ കുഞ്ഞിന് 70% പരാജയപ്പെടാൻ മാത്രമേ സാധ്യതയുള്ളൂ. പക്ഷെങ്കിൽ പേരൻസ് പറയുകയാണ് സർജറി ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ആ മാതാപിതാക്കളുടെ കരച്ചിലും സങ്കടവും കണ്ട് ഡോക്ടർ ശൈലേഷ് മേത്ത സർജറി ചെയ്യാനായിട്ട് വാക്ക് കൊടുത്തു, ഡേറ്റ് കൊടുത്തു. അവളുടെ കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ കുഞ്ഞിനെയും കൊണ്ട് അവർ വന്നു. ഡോക്ടർ റൗണ്ട്സിന് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ കുഞ്ഞുമായിട്ടിരുന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞിനോട് ദൈവമുണ്ട്, ദൈവം നമ്മളെ രക്ഷിക്കും മോളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശൈലേഷ് മേത്ത കേട്ടിട്ടുണ്ട്. അങ്ങനെ സർജറിയുടെ ദിവസം വന്നപ്പോൾ സർജറി ടേബിളിൽ അതിൻ്റെതായ വസ്ത്രമൊക്കെ ധരിച്ച് ഈ കുഞ്ഞിനെ കിടത്തുകയാണ്. കിടത്തുന്ന സമയത്ത് ഡോക്ടർ ചോദിച്ചു, മോളെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഡോക്ടർ അങ്കിൾ എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ ഹൃദയം മുഴുവനും തുറക്കുമോ എന്ന് ചോദിച്ചു. അതായത് ഓപ്പൺ ഹാർട്ട് സർജറി ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളൊന്നും അറിയത്തില്ല, ഡോക്ടർ അങ്കിൾ മകളെ ഉറക്കും, അതിനുശേഷം മോൾ അറിയാതെ തന്നെ ഡോക്ടറുകൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതല്ല ഡോക്ടറുകൾ ഞാൻ ചോദിച്ചത്, എനിക്ക് അതിനകത്തൊന്നും പേടിയില്ല, എനിക്കറിയേണ്ടത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിനുള്ളിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കത് കാണാൻ കഴിയത്തില്ലല്ലോ, ഡോക്ടർ അങ്കിൾ എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് എൻ്റെ അന്വേഷണം പറയണം, സൂക്ഷിച്ച് നോക്കണം എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് സുഖമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് ഡോക്ടറുകൾ നോക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഡോക്ടർ ശൈലേഷ് മേത്തയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം അടുത്ത നിമിഷങ്ങളിൽ ഈ കുഞ്ഞിന് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. എത്രയോ ആയിരങ്ങളുടെ സർജറി ചെയ്ത ഒരു ഡോക്ടറാണ്. പക്ഷെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ആ ശബ്ദം കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ അത് നോക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സർജറി ആരംഭിച്ചു. ആദ്യത്തെ 45 മിനിറ്റുകൾ വല്ലാതെ പരിശ്രമിച്ചു, ഒരു രക്ഷയുമില്ല. ഒടുവിൽ ഈ ശൈലേഷ് മേത്ത ജൂനിയർ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നമ്മൾ പരാജയപ്പെടുകയാണ്, സ്റ്റിച്ച് ഇടുക എന്ന് പറഞ്ഞു. കാരണം മറ്റ് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാവരും ഈ കുഞ്ഞ് സിങ്കിങ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ സൂചനകൾ കൊടുക്കാനായിട്ട് തുടങ്ങി. ജൂനിയർ ഡോക്ടേഴ്സ് സ്റ്റിച്ച് ഇടുവാനായിട്ടുള്ളതായി ക്രമീകരണം ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഈ ശൈലേഷ് മേത്ത തൻ്റെ കൈ രണ്ടും എടുത്ത് സർജറി ടേബിളിന് താഴെയായിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ എത്തിയത്. ശൈലേഷ് മേത്ത പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കഴിഞ്ഞ 69 വർഷമായി ദൈവമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല, പക്ഷെങ്കിൽ ഈ മകളും ഇവളുടെ അമ്മയും വിശ്വസിക്കുന്നു ദൈവമേ നീ ഉണ്ടെന്ന്. ഞാനിതാ പരാജയപ്പെട്ടു, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ കണ്ണടച്ച് ഒരു നിമിഷം നിൽക്കുകയാണ്. അപ്പോൾ കയ്യിലെല്ലാം ഗ്ലൗസസ് ഉണ്ട്. നേഴ്സസ് വന്നിട്ട് ടവൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പെക്സ് കണ്ണട മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ നിന്ന് ജൂനിയർ ഡോക്ടർമാർ വിളിക്കുന്നത്, സർ ബ്ലഡ് ഈസ് കമ്മിങ് ഇൻ ടു ദ ഹാർട്ട്, സാർ ഇതാ രക്തം ഹൃദയത്തിലേക്ക് വരുന്നു. ശൈലേഷ് മേത്ത വളരെ വേഗം തിരിഞ്ഞ് ഈ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ ടേബിളിലേക്ക് ഓടുകയാണ്. ശൈലേഷ് മേത്ത പറയുന്നു, അവളുടെ വാൽവ് തുറന്ന് ഒരു തുള്ളി രക്തം അവളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവളുടെ സർജറി 4.5 മണിക്കൂർ നീണ്ടു. സർജറി സക്സസ് ആയി, അവൾ ജീവനിലേക്ക് കടന്നു വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാമിനോട് ഈ സംഭവം ഡോക്ടർ ശൈലേഷ് മേത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇന്ന് വീണ്ടും ഞാൻ അവളെ കാണാൻ പോവുകയാണ്, ഇനി ഒരു 60 വർഷം അവൾ ഈ ഭൂമുഖത്ത് ജീവിക്കും. പക്ഷെങ്കിൽ എൻ്റെ പ്രയാസം അതല്ല, ഇന്ന് ഞാൻ അവളെ കാണാൻ പോകുമ്പോൾ അവൾ എന്നോട് ചോദിക്കും, ഡോക്ടർ അങ്കിൾ എൻ്റെ ദൈവത്തെ താങ്കൾ കണ്ടുപോയി എന്ന് ചോദിക്കും. ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഡോക്ടർ ശൈലേഷ് മേത്തയോട് പറയുകയാണ്, ഡോക്ടർ താങ്കൾ അവളോട് പോയി ഇങ്ങനെ പറയണം, മോളെ ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ, അനുഭവിക്കുവാൻ മാത്രമേ കഴിയൂ. പക്ഷെങ്കിൽ നിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തമായി നിൻ്റെ ദൈവം ഇറങ്ങി വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. നിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തമായി നിൻ്റെ ദൈവം ഇറങ്ങി വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, എത്ര രാത്രികളിൽ ICUവിൻ്റെ വാതിക്കൽ ഞാനും നിങ്ങളും ഇരുന്നിട്ടുണ്ട്. എത്ര യാത്രകളിൽ അപകടങ്ങൾ നേരിടാവുന്നതായ അനുഭവങ്ങളിൽ കൂടി ഞാനും നിങ്ങളും കടന്നു പോയിട്ടുണ്ട്.
എത്രയെത്ര അനുഭവങ്ങളിൽ മുഴുവൻ ജീവിതവും തകർന്ന് നാളെ എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരുന്നിട്ടുണ്ട്. ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെങ്കിൽ അനേക കരങ്ങളിൽ കൂടി, അനേക മുഖാന്തരങ്ങളിൽ കൂടി, അനേക വാക്കുകളിൽ കൂടി, അനേക ഗാനങ്ങളിൽ കൂടി, അനേക സുവിശേഷ പ്രസംഗങ്ങളിൽ കൂടി, അനേകരുടെ പ്രാർത്ഥനയിൽ കൂടി ഈ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ഞാനും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ സ്മുർണ സഭയിലെ വിശ്വാസികൾ പറയുകയാണ്, തല പോയെങ്കിലും പോട്ടെ, തീച്ചുളയിൽ ഞങ്ങളെ ഇട്ടാൽ ഇടട്ടെ, സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടാൽ ഇടട്ടെ, പക്ഷെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ ആദരിച്ച, ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഈ തമ്പുരാനെ വിട്ട് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരെ പറ്റി കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മകനെ, എൻ്റെ മകളെ, നിങ്ങൾക്കാണ് ഈ ജീവന്റെ കിരീടം, ദ ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം നിങ്ങൾക്കാണ് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഒന്നോർക്കണം, തമ്പുരാൻ ജീവന്റെ കിരീടം എനിക്കായി, നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ ജീവന്റെ കിരീടം പ്രാപിക്കുവാനായിട്ട് ഞാനും നിങ്ങളും തമ്പുരാനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 11-ാമത്തെ വാക്യത്തിൽ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ജീവകിരീടം. ഈ ജീവകിരീടം പ്രാപിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. എന്താണ് ഈ രണ്ടാം മരണം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അന്ത്യന്യായവിധിയെക്കുറിച്ചാണ് അത് പറയുന്നത്. അന്ത്യന്യായവിധിയിൽ നീ തീച്ചുളയിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ കർത്താവിന്റെ പക്കൽ നിന്ന് നീ ജീവന്റെ കിരീടം പ്രാപിക്കണം. ജയിക്കുന്നവന് രണ്ടാം മരണം ഉണ്ടാകുകയില്ല. ഒരു അന്ത്യന്യായവിധിയിൽ തീച്ചുളയിൽ നിന്നെ കൈവിടുന്നവനല്ല തമ്പുരാൻ എന്നുള്ള വലിയ ശബ്ദം പ്രിയപ്പെട്ടവരെ ഇവിടെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഈ സ്മുർണയിലെ സഭ എനിക്കും നിങ്ങൾക്കും അതിനൊരു വലിയ മാതൃകയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് എൻ്റെയും നിങ്ങളുടെയും കർത്താവ് എന്നെയും നിങ്ങളെയും നടത്തിക്കൊണ്ടു പോയത്. നന്ദിയല്ലാതെ എന്താണ് അവനോട് പറയുവാനുള്ളത്? നമ്മളൊരു പക്ഷെങ്കിൽ നമ്മുടെ ഡിഗ്രികളിൽ അഭിമാനിക്കുമായിരിക്കും, നമ്മളൊരു പക്ഷെങ്കിൽ നമ്മുടെ സ്ഥാനമാനങ്ങളിൽ അഭിമാനിക്കുമായിരിക്കും, നമ്മളൊരു പക്ഷെങ്കിൽ നമ്മുടെ പദവികളിൽ അഭിമാനിക്കുമായിരിക്കും. പക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ കൂടെയില്ലെങ്കിൽ എന്ത് ഡിഗ്രി, തമ്പുരാൻ കൂടെയില്ലെങ്കിൽ എന്ത് സ്ഥാനമാനം, തമ്പുരാൻ കൂടെയില്ലെങ്കിൽ എന്ത് പദവി. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലെങ്കിലും, ഡിഗ്രി വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, പദവികൾ വേണ്ട, തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ അതിനപ്പുറമായുള്ള നന്മ, അനുഗ്രഹം മറ്റൊന്നുമില്ല എന്ന് സ്മുർണയിലെ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് മാറും. 4 കാര്യങ്ങളാണ് ഈ സഭയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിച്ചത്. 1, ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട സഭ, ദ ചർച്ച് എംപവേർഡ് ബൈ ഗോഡ്. 2, ദൈവത്താൽ ആദരിക്കപ്പെട്ട സഭ, ദ ചർച്ച് ഓണേർഡ് ബൈ ഗോഡ്. 3, കഷ്ടതകളിൽ വിശ്വസ്തയായ സഭ, ഫെയ്ത്ത്ഫുൾ ചർച്ച് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. 4, ജീവകിരീടം അവകാശമാക്കിയ സഭ, ദ ചർച്ച് ദാറ്റ് ഹാസ് ഇൻഹെറിറ്റഡ് ദ ക്രൗൺ ഓഫ് ലൈഫ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും കർത്താവിനെ കൂടെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കുമോ? കഷ്ടപ്പാടുകളിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി, വേദനകളിൽ കൂടി, ബുദ്ധിമുട്ടുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാൻ ഇടയായിട്ട് തീരരുത്. മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആണിപ്പാടുള്ളവൻ അവൻ്റെ കരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ചുമലിൽ വെക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ. ഗെത്സമനയിൽ മുട്ടുകുത്താത്തവന് കാൽവറിയിൽ വിജയിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഗെത്സമനയിൽ മുട്ടുകുത്താത്തവന് കാൽവറിയിൽ വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം മുൻപാകെ അടുത്ത് വന്നിട്ട്, എൻ്റെ അപ്പാ, എൻ്റെ പിതാവേ, നിന്റെ ഹിതം എന്നിൽ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിജയിപ്പിക്കുന്ന, ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന, സമൃദ്ധമായി നടത്തുന്ന, സംതൃപ്തി നൽകുന്ന
ഒരു ദൈവത്തെ രുചിച്ചറിയുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. നമ്മുടെ വലത് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പാടാം. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പ്രിയമുള്ളവരെ, കർത്താവ് പേര് വിളിക്കുമ്പോൾ വിശ്വസ്തരായി എൻ്റെയും നിങ്ങളുടെയും പേരും വിളിക്കാൻ ദൈവം ഇടയാക്കട്ടെ. സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അതിനായിട്ട് സഹായിക്കട്ടെ. ഈ അവസരത്തിൽ സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്നതായിരിക്കും. ആ അവസരത്തിൽ 2-3 കാര്യങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നാളെ 3-ാം ദിനത്തിൻ്റെ അന്ന് കൃത്യം 6:30 ചിയാരം മാർ ദിൻഹ 1 പള്ളിയുടെ ഗായക സംഘത്തിൻ്റെ ഗാന ശുശ്രൂഷയോടുകൂടി കൽദായ കൺവെൻഷൻ ആരംഭിക്കും. നാളെ വചനം പ്രഘോഷിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ റവറൻ ഫാദർ റിഞ്ചു പി കോശി അച്ഛനാണ്. ചെങ്ങന്നൂരിൽ നിന്നാണ് അച്ഛൻ വരുന്നത്. ഏവരും 6:30 മുമ്പായിട്ട് കൺവെൻഷനിലേക്ക് എത്തിച്ചേരുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കൺവെൻഷൻ്റെ നടത്തിപ്പിലേക്കായിട്ട് നിങ്ങളുടേതായ സംഭാവനകൾ അവിടെ കോണിയുടെ ഭാഗം വരാന്തയുടെ സമീപത്ത് സുവിശേഷ സംഘത്തിൻ്റെ ഭാരവാഹികൾ അവിടെ കൗണ്ടർ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടേതായ വിഹിതം അവിടെ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങളുടേതായ വിഹിതം അത് കൊടുത്തുകൊണ്ട് കൽദായ കൺവെൻഷനെ വിജയപ്രദമാക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മാർ തിമത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റലിൻ്റെ കൗണ്ടർ സെൻറ്റ് ജോൺസ് ഹാളിൻ്റെ മുൻവശത്തായിട്ട് ഇട്ടിട്ടുണ്ട്. ഫ്രീ ബ്ലഡ് പ്രഷറും ഷുഗർ ടെസ്റ്റിങ്ങും എല്ലാം അവിടെ നിങ്ങൾക്കായിട്ട് എടുക്കുന്നതാണ്. ആ കൗണ്ടർ നിങ്ങൾ ഉപയോഗിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാലഞ്ചിത ദിവംഗതനായ ഡോക്ടർ മാർ അപ്രേ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സ്മരണാർത്ഥം പോസ്റ്റൽ സ്റ്റാമ്പ് നമ്മൾ സഭ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റേതായ ഒരു കൗണ്ടറും അവിടെയുണ്ട്. 12 സ്റ്റാമ്പുകൾ അടങ്ങുന്നതിൻ്റെ ആണ് ഒരു ലീഫ്ലെറ്റ് പോലെ. 500 രൂപയാണ്. ഇത് വാങ്ങിയും നിങ്ങൾ സഹകരിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ അവസരത്തിൽ ഗായക സംഘം സ്തോത്രകാഴ്ചകളായ ഗാനം ആലപിക്കുന്നതാണ്. 35ാമത് കൽദായ കൺവെൻഷൻ ഗീതങ്ങളിലെ സോങ് നമ്പർ 3, പേജ് നമ്പർ 5, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ.
കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ നിങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ നിങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനാക്കിക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനാക്കിക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ നിങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ നിങ്ങൾ
അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നന്ദി പ്രകാശിക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ അറിയിച്ചോളട്ടെ. നിങ്ങളിരിക്കുന്നതായ കസേരകൾ നിങ്ങൾ തന്നെ സൈഡിലേക്കായിട്ട് രണ്ട് ഭാഗത്ത് സൈഡിലേക്കായിട്ട് ഒന്ന് മാറ്റിയിട്ടാൽ വളരെ ഉപകാരമാണ്. കോളേജും ഇവിടുത്തെ ക്ലാസ്സുകളും അതുപോലെ തന്നെ വല്ല ശവസംസ്കാരം ഉണ്ടെങ്കിൽ അതെല്ലാം വരാൻ വണ്ടിയെല്ലാം വരാൻ ബുദ്ധിമുട്ടുണ്ടാക്കരുത്ത രീതിയിൽ അത് ഒതുക്കിയിടുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൺവെൻഷൻ ഗീതങ്ങളുടെ ബുക്കുകൾ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ആരും കൊണ്ടുപോകാനായിട്ട് പാടില്ല. അവസാന ദിവസമാണ് നമുക്കത് കൊണ്ടുപോകാനായിട്ട് ഉള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇന്ന ദിവസം മുതൽ ഞായറാഴ്ച വരെ അത് കൊണ്ടുപോകരുത്. ഞായറാഴ്ച അവസാന ദിവസം നമുക്ക് അത് കൊണ്ടുപോകാവുന്നതാണ്. മറ്റൊരു കാര്യം ബസ്സിൻ്റെ കുറിച്ചാണ്. ബസ്സുകൾ നിങ്ങൾ വന്നതായ ബസ്സുകൾ നമ്പറിൽ തന്നെ നിങ്ങളത് കയറണം. ഇന്നലെ ചെറിയൊരു കൺഫ്യൂഷനെല്ലാം ചില വണ്ടികളുടെ ഇതെല്ലാം ഉണ്ടായി, ചില ഇടവകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് വണ്ടിയുടെ നമ്പറിലാണോ നിങ്ങൾ വന്നത് ആ വണ്ടിയിൽ തന്നെ നിങ്ങൾ കയറണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരുപക്ഷെ വണ്ടി നേരെ ഗേറ്റിന് മുൻപിൽ എത്തിച്ചേരുകയില്ല. അത് ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അപ്പുറത്ത് മാംഗോ ബേക്കറിയുടെ അവിടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ ആയിരിക്കാം. അതെല്ലാം സദയം ക്ഷമിച്ചുകൊണ്ട് സദയം സഹകരിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വണ്ടിയുടെ നമ്പർ അനുസരിച്ച് നിങ്ങൾ നീങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നന്ദി പ്രകാശനത്തിനായിട്ട് ദിവ്യശ്രീ ചാക്കുണ്ണി വിധേയത്തിൽ ശമാശനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൽ പ്രിയരെ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ 35ാമത് കൺവെൻഷൻ 2026 രണ്ടാം ദിനത്തിൻ്റെ സമാപനത്തിലേക്ക് നാം കടക്കുകയാണല്ലോ. ഇന്നത്തെ സുവിശേഷ യോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് സഹായിച്ചവർക്ക് നന്ദി പറയുക എന്നതാണ് കൺവെൻഷൻ കമ്മിറ്റി എന്നിൽ ബരമേൽപ്പിച്ചിരിക്കുന്നത്. ആയതിലേക്ക് ഞാൻ കടക്കുകയാണ്. അതോടൊപ്പം നന്ദി പറയുവാൻ എന്നെ ക്ഷണിച്ച കമ്മിറ്റിക്ക് എൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തട്ടെ. അമ്പത് നോമ്പിൽ സഭയായി നടത്തുന്ന 35ാം കൽദായ കൺവെൻഷൻ 2026 അധ്യക്ഷനും സഭയുടെ മേലധ്യക്ഷനുമായ അഭിവന്ദ്യമാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത തിരുമേനി മറ്റു തിരുക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാരംഭ ആലോചന യോഗം മുതൽ അത് ക്ലർജി കമ്മിറ്റിയിലും സുവിശേഷ സംഘത്തിലും കേന്ദ്ര ട്രസ്റ്റി യോഗത്തിലുമായി തുടങ്ങി കമ്മിറ്റിയുടെ രൂപീകരണം തൊട്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് ഇന്നുവരേക്കും നിതാന്ത ശ്രദ്ധയോടെ ഉപദേശവും ഊർജവും ഏകിക്കൊണ്ട് രണ്ടാം ദിവസത്തിലെ ഈ യോഗത്തിലും അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് സമാപന പ്രാർത്ഥനയും ആശീർവാദവും നൽകുവാൻ നമ്മോട് കൂടിയുള്ള അഭിവന്ദ്യമാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത തിരുമേനിക്ക് കൽദായ കൺവെൻഷൻ 2026 പേരിലുള്ള നന്ദി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. ഇന്നത്തെ കലങ്ങി മറിഞ്ഞ ലോകത്തിലും സ്മുർണയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും അങ്ങനെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന തീച്ചുളയിലൂടെ കടന്നുപോകുന്ന ആ ജനം ദൈവത്തെ വിടാതെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ദൈവം അവരെ അറിഞ്ഞ് ആദരിച്ചു. അവരുടെ കഷ്ടപ്പാടുകളിൽ കൂടെ ഇരുന്നു കൊണ്ട് അവർക്ക് ജീവകിരീടം നൽകുവാൻ തക്കവണ്ണം തിരുനാമമഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ആ ജനത്തെ പോലെ നമ്മുടെ കൽദായ സുറിയാനി സഭയിലും അത്തരം പ്രവർത്തനങ്ങൾ വേണം എന്നുള്ള ശക്തമായ കാഴ്ചപ്പാടുകളോടുകൂടെ നമ്മുടെ ഈ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ടുള്ള മനസ്സിനെ പുതുക്കിയ വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനവും ശക്തിയും ആർജിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുക പ്രത്യാശയാകുന്ന ആ തിരുവചന ദൂത് നൽകിയ മർത്തോമാ സഭയുടെ തൃശ്ശൂർ കിഴക്കേക്കോട്ട എബനേസർ പള്ളി വികാരി, ക്രിസ്ത്യൻ എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സാജു ചാക്കോ അച്ഛനെ സുറിയാനി സഭയുടെ പേരിലും കൽദായ കൺവെൻഷൻ 2026 പേരിലുമുള്ള നന്ദി ഞാൻ സ്നേഹാദരങ്ങളോടെ കരയറ്റുന്നു. അതുപോലെ മനോഹരമായ
ഗാനങ്ങൾ പാടി നമ്മുടെ കേൾവിയെ, സുവിശേഷ കേൾവിയെ ഒരുക്കിയ, ആ ഹൃദയനിലത്തെ ഒരുക്കിയ പടിഞ്ഞാറേക്കോട്ടമാർ ഔഗിൻ തൂവാന പള്ളി പ്രിയ കൊയർ അംഗങ്ങളെ സ്നേഹത്തോടെ നന്ദി കരയറ്റിക്കൊണ്ട് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം ആദരിക്കുന്നു. അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന നടത്തി നമ്മുടെ കേൾവിയെ ദൈവത്തോട് അടുപ്പിച്ച ജിനു വടക്കൻ അച്ഛനോടുള്ള നന്ദി പ്രാർത്ഥനാപൂർവം അർപ്പിക്കട്ടെ. വേദിയിലെയും സദസ്സിലെയും എല്ലാവരെയും ഹൃദ്യമായി പരിചയപ്പെടുത്തി തന്ന ബഹുമാനപ്പെട്ട ജാക്സ് ചാണ്ടി അച്ഛനോടുള്ള നന്ദി ഊഷ്മളതയോടെ അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചുമതലയിൽ നിന്ന് ഞാൻ വിടവാങ്ങട്ടെ. നന്ദി, നമസ്കാരം. സമാപന പ്രാർത്ഥന ബഹുമാനപ്പെട്ട റവറൻ സാജു ചാക്കോ അച്ഛൻ ഇപ്പോൾ നിർവഹിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ രാത്രിയിലേക്ക് പ്രവേശിപ്പാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാനും നിന്റെ വചനം ധ്യാനിപ്പാനും പഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും നീ തരുന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവേ, നിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവന്റെ ചക്രം ഉരുളുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെ നാളെ പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കണമെന്നുള്ളത് നിന്റെ ഹിതമാകുന്നു എന്നുള്ളതായ ബോധ്യത്തോടെ കർത്താവെ ഞങ്ങൾക്കായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹീതമായ വചനത്തിൽ കൂടി നയിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളുടെ വിശ്വാസ ത്യാഗനിർഭരമായ ജീവിതം ഞങ്ങൾക്കും മാതൃകയാക്കുവാൻ തക്കവണ്ണം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവെ നിന്നെ കൈവിടാതെ മുറുകെ പിടിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ നിന്നോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഞങ്ങളെല്ലാവരും ആദരിക്കപ്പെടുന്നവരാകുന്നുവെന്നും ഞങ്ങളെല്ലാവരും നിന്നാൽ ശക്തീകരിക്കപ്പെടുന്നവരാകുന്നുവെന്നും കർത്താവെ, ഞങ്ങളുടെ വിശ്വസ്തത ജീവകിരീടം ഞങ്ങൾക്ക് ലഭ്യമാകുന്നതിന് കാരണമായി തീരുന്നുവെന്നും സ്മരണ സഭയിലൂടെ പഠിക്കുവാൻ ഇടയാക്കിയല്ലോ. എൻ്റെ ദൈവമേ, അങ്ങനെ ജീവകിരീടം അവകാശമാക്കുന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ എന്നുള്ള ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ നാളുകളിൽ നേതൃത്വം നൽകുന്നതായ ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ എപ്പിസ്കോപ്പയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠർക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, എരിഞ്ഞു തീരുന്ന ദീപങ്ങളായി ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ശോഭിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. മടക്കയാത്രകളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. നാളത്തെ ദൈവവചന കേൾവിക്കായി താല്പര്യത്തോടെ ഒരുങ്ങി വരുവാൻ സഹായിക്കണമേ. വചനം സംസാരിക്കുന്ന പ്രിയ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ തിരിയും സ്നേഹിക്കുന്ന സർവ്വപിതാവേ, സ്വർഗ്ഗത്തിൽ നിന്ന് നിൻ്റെ അനുഗ്രഹങ്ങളുടെ കൈകളെ നീട്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. ഇതിൽ വാക്കുകളായിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ സമ്പത്തിനെയും വരുമാന മാർഗങ്ങളെ നീ ആശീർവദിക്കണമേ. ഇവയെ വിശുദ്ധീകരിച്ച് തിരുനാമത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ബാരിക് മാ ബുക്തൻ ഹോൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നമ്മെല്ലാവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സന്തോഷത്തിലും സന്താപത്തിലും സന്നിധി കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം കൂടെയുണ്ട് ഞാൻ, എന്നും വാഗ്ദത്തമുണ്ട്.
സ്തുതിക്കണം തന്റെ നാമം മോടിയായി ദിനത്തിൽ. പാടി സ്തുതിക്കണം തന്റെ നാമം മോടിയായി ദിനത്തിൽ. മോടിയായി ദിനത്തിൽ. മോടിയായി ദിനത്തിൽ.